യെസ്, ആർമി സംഘം വരുന്നുണ്ട്. ആർമി സംഘം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്നും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർമി സംഘം ആ മേഖലയിലേക്ക് ശിരൂരിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എല്ലാ ദിവസവും ഇത്തരത്തിൽ തന്നെയാണ് ആദ്യം എത്തുന്നത്. കരസേനയുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിലുള്ള ആളുകളാണ്. അവരെത്തി സൈനികർ അവിടേക്ക് നീങ്ങിക്കഴിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇവിടെ നിന്ന് കുറഞ്ഞ ദൂരം മാത്രമാണ് ശിരൂരിൽ ലാൻഡ് സ്ലൈഡ് നടന്ന ആ മേഖലയിലേക്ക് ഉള്ളത്. ഇനിയിപ്പോൾ ഓരോ സേനാ വിഭാഗങ്ങൾ എന്ന കണക്കിന് ആ മേഖലയിലേക്ക് കുതിച്ചെത്തും. അവർ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സജീവമായ ഇടപെടലുകൾ നടത്താൻ കഴിയും. ഇന്നെങ്കിലും ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിൽ അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പങ്കുവയ്ക്കുക കൂടിയാണ്. എന്തായാലും അർജുൻ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ ഉത്തരം തേടി തന്നെയാണ് നമ്മളുൾപ്പെടെ മാധ്യമങ്ങൾ ശിരൂരിൽ തുടരുന്നത്. ഇത്രയേറെ പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് രക്ഷാദൗത്യം ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ രക്ഷാദൗത്യത്തിൻ്റെ ചിലപ്പോൾ അതിൻ്റെ സമയം ദൈർഘ്യം കൂടുന്നത് നമുക്ക് ഒരു ശിരൂരിൽ കനത്ത മഴ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം രക്ഷാദൗത്യത്തിൽ തുടരുന്നുണ്ട്. ദീപക് ഇടയ്ക്കൊന്ന് മഴ വന്ന സമയത്ത് മയക്കൊന്ന് മാറ്റിപ്പിടിച്ചതാണ്, ശരിയാക്കിയതാണ്. ദീപക് തുടരാം. എന്താണ് ഇപ്പോൾ ആർമി എത്തിക്കഴിഞ്ഞു. ഇനി രക്ഷാദൗത്യം എത്രത്തോളം പെട്ടെന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? പതിവ് പോലെ തന്നെ ആർമി സംഘം മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. പ്രത്യേകിച്ച് കരയിൽ നിന്നുകൊണ്ടാണ് ആ സംഘം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അവർ സ്വാഭാവികമായും ഇന്ന് പ്രഥമ പരിഗണന നൽകുക ലക്ഷ്മണൻ്റെ തട്ടുകടയ്ക്ക് പിൻഭാഗത്തുള്ള മണ്ണ് നീക്കുന്നതിനായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി ആ മേഖലയിൽ ഈ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകളായിരിക്കും ഇന്ന് പ്രാഥമികമായി ഉണ്ടാവുക. അതേസമയം തന്നെ ഇനി നദിയിലേക്ക് പോകുമ്പോൾ ഇന്നലെ മേജർ എം ഇന്ദ്രബാലൻ കണ്ടെത്തിയിരിക്കുന്ന ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുള്ള അല്ലെങ്കിൽ ആ 4 സ്പോട്ടുകൾ വെച്ചുള്ള പരിശോധനയിലേക്ക് പോകാൻ നേവിക്ക് മാത്രമേ നേവിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. NDRF സംഘം ഉൾപ്പെടെ അത്തരത്തിൽ മേഖലയിൽ പരിശോധനകളുടെ ഭാഗമായി തുടരുന്നുണ്ട്. പക്ഷേ നേവി സംഘത്തിന് മാത്രമാണ് ആ മേഖലയിലേക്ക് ഡൈവ് ചെയ്ത് എത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം അല്പമെങ്കിലും ഉണ്ടാവുക. അതുകൊണ്ട് ആ നേവി സംഘത്തെ അവിടേക്ക് വിന്യസിക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യമാണ് പ്രധാനമായി പരിശോധിക്കപ്പെടേണ്ടത്. ശിരൂരിൽ കനത്ത മഴ തുടരുമ്പോഴും ഇപ്പോൾ നേവി സംഘം എത്തിയിരിക്കുന്നു. ആർമിയുടെ ട്രക്ക് ഉൾപ്പെടെ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ശിരൂരിലെ അർജുനായിട്ടുള്ള രക്ഷാദൗത്യം ഇന്നിപ്പോൾ വീണ്ടും ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ രക്ഷാദൗത്യം ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം.